ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്തോ ആ പരിസര പ്രദേശങ്ങളിലോ ഒന്നും ഈ റീൽസോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ചിത്രീകരണമോ പാടില്ല എന്ന് നേരത്തെ ജസ്ന സലീമിന്റെ കേസിലും അക്കാര്യം വ്യക്തമാക്കിയതാണ് കോടതി. അതിനുശേഷം ഗുരുവായൂർ ദേവസ്വം അക്കാര്യങ്ങൾ അനുവദിക്കുന്നതിനുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിനെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയാണ് ഇപ്പോൾ ടെമ്പിൾ പോലീസിന് നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിരോധനം ലംഘിച്ച് നടപ്പുരയിലും മറ്റും റീൽസ് ചിത്രീകരിച്ചു, അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഗതി ജാസ്മിൻ ഇത് വളരെ കൂളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ലൈക്കുകൾ കിട്ടുന്ന ഒരു പരിപാടി എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ചെയ്തിട്ടുള്ളത് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ ഒരു ന്യൂസ് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിൽ സുവർണാവസരം കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഒരു സ്പാർക്ക് ഉണ്ടായി കിട്ടി, പിന്നെ അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ഗുണം അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് ആർക്കും ഒരു ഗുണമില്ലാത്ത ഒരു പരിപാടി ചെയ്തിട്ട് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കി അങ്ങനത്തെ ആൾക്കാർക്ക് ഗുണം ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒറ്റ പരിപാടിയെ ഈ റീൽസ് എടുക്കൽ കൊണ്ട് ഉണ്ടാകുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഈ റീല് കൊണ്ട് ജാസ്മിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടാനോ അല്ലെങ്കിൽ കൂടുതൽ വ്യൂസ് കിട്ടാനോ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു വിവരക്കേടാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഗുരുവായൂർ പോലെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള നിയമം കൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് റീലെടുത്തു. ഇനി ഇൻ കേസ് ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് എടുത്ത് എഡിറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു തോന്നലിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. പ്രത്യേകിച്ച് ജാസ്മിൻ്റെ പോലെ മുസ്ലിം നാമധാരിയായിട്ടുള്ള മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഗുരുവായൂർ കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു ഇനി നോക്കിക്കോ, സംഘികളുടെ ഓരോ ക്ലാസ് നടക്കുമ്പോഴും RSSൻ്റെ പരിപാടി നടക്കുമ്പോഴും ഈ ടോപ്പിക്ക് തന്നെ എടുത്തിട്ട് അവന്മാർ പറയും അവിടെ പോയി അങ്ങനെ ചെയ്തില്ലേ, നമുക്ക് നാളെ ഒരു മുസ്ലിം പള്ളി കയറി ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് തന്നെ ആൾക്കാരുടെ ഇടയിൽ നല്ലതുപോലെ വിഷം കുത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ജാസ്മിൻ മാത്രം അനുഭവിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ പേരിലുണ്ടാകുന്ന ബാക്കി പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ ഒരേപോലെ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ മനസ്സിലാവില്ല. നോക്കിക്കോ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മിത്രങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന്.